ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ 55x5 ടെക്നിക്കിനെ കുറിച്ചാണ്. ദിസ് ഈസ് എ വെരി പവർഫുൾ ടെക്നിക് ആൻഡ് സയൻറ്റിഫിക്കലി പ്രൂവൺ ടെക്നിക് ഓൾസോ. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ടേക്ക് എ നോട്ട് പാഡ്. നമ്മളിത് 5 ദിവസം ചെയ്യേണ്ടതായിട്ടുള്ളതുകൊണ്ട് നമുക്ക് 5 ദിവസം എഴുതാനുള്ള അത്രയും പേജസ് ഉള്ള ഒരു നോട്ട് പാഡ് എടുക്കുക. ടേക്ക് ഓൺലി വൺ സ്പെസിഫിക് ഗോൾ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരേ ഒരു ഗോൾ മാത്രമാണ് ഇപ്പോൾ നമ്മളിതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. So take only one specific goal, like I am grateful that my ideal weight is 54 kg. I am grateful that I am earning so and so rupees per month consistently. I am grateful that I am working in so and so company. I am grateful that I got a promotion with a 10x salary hike. ഇതേമാതിരി സ്പെസിഫിക് ആയിട്ട് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഒരേ ഒരു ഗോൾ എടുക്കുക. യു റൈറ്റ് ഇറ്റ് 55 ടൈംസ് എ ഡേ. ഒരു ദിവസം 55 ടൈംസ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുക. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് എഴുതുമ്പോൾ നമ്മൾക്ക് എന്താ പറഞ്ഞാൽ, നമ്മളുടെ കോൺസെൻട്രേഷൻ ഫുള്ളായിട്ട് ആ ഒരു ഗോളിൽ മാത്രം നമ്മൾ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ 55 ടൈംസ് നമ്മൾ 5 ദിവസത്തേക്ക് എഴുതണം. എപ്പോൾ എഴുതണമെന്ന് ചോദിച്ചാൽ എപ്പോൾ വേണമെങ്കിലും എഴുതാൻ. ഫ്രം മോർണിംഗ് ടു നൈറ്റ് യു ക്യാൻ റൈറ്റ് ഇറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം. ബട്ട് ദ ഓൺലി തിങ് ഈസ് ദറ്റ് ട്രൈ ടു റൈറ്റ് ഇറ്റ് അറ്റ് ദ സെയിം ടൈം ഇൻ ഓൾ ദിസ് 5 ഡേയ്സ്. എല്ലാ 5 ദിവസവും നമ്മൾ ഇത് ഒരേ ടൈമിൽ എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനോട് കൂടുതലായിട്ട് പൊരുത്തപ്പെടാൻ ശ്രമിക്കും. അങ്ങനെ നമ്മൾ ആ ഗോളിൽ വി ഹാവ് ടു ഡിറ്റാച്ച്. ആഫ്റ്റർ ദാറ്റ് 5 ഡേയ്സ് നമ്മൾ അതിനെക്കുറിച്ച് യു ക്യാൻ റീഡ് ദ ഗോൾ കാർഡ് ആൻഡ് ഓൾ, ബട്ട് നമ്മൾ പിന്നെ അതിനോട് ഡിറ്റാച്ച് ചെയ്തിട്ടിരിക്കണം ആ ഗോളിൽ നിന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് ദിവസങ്ങൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത് ഫീലിംഗ് ആൻഡ് തിങ്കിങ് ആൻഡ് ബിലീവിങ് ആൻഡ് ടേക്കിംഗ് ദ ആക്ഷൻ. അപ്പോൾ നമുക്കിതിൽ ബിലീവ് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ഷൻസ് എടുക്കാനായിട്ട് നമുക്ക് കഴിയുകയും നമ്മളുടെ മുന്നിൽ നിറയെ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആവുകയും ചെയ്യും. ഇതാണ് 55x5 എന്ന ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 55x5 എന്തുകൊണ്ടെന്ന് ചോദിക്കാം. ബിക്കോസ് നമുക്കറിയാം 5 എന്ന് പറഞ്ഞ നമ്പറിന് തന്നെ ഒരു സ്പെസിഫിക് ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 555 എന്ന് വരുമ്പോൾ തന്നെ അതിന് ഒരു സ്പെഷ്യൽ ഫ്രീക്വൻസി ഉള്ളത് തന്നെയാണ് ഈ നമ്പറിൻ്റെ പ്രത്യേകത. സോ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഒരു സ്പെസിഫിക് ഗോൾ എടുക്കുക, ട്രൈ ചെയ്യുക, ആൻഡ് പ്ലീസ് കമൻറ്റ് ബിലോ. താങ്ക് യു.